എൻ്റെ അമ്മേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉടനേക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ക്ലാസിക് 650 ആണ് കേട്ടോ. അതിൻ്റെ ടോപ്പ് മോഡൽ ക്രോമാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയ ഒരു മോഡലാണ് നമ്മുടെ ക്ലാസിക് 650. ഐ തിങ്ക് അവരുടെ 650cc 5ാമത്തെയോ 6ാമത്തെയോ വണ്ടി എങ്ങാണ്ടാണ്. ബെയർ കഴിഞ്ഞിട്ട് ഇറക്കിയ വണ്ടിയാണ് ക്ലാസിക്. ആക്ച്വലി ബെയറിനേലും മുമ്പ് ഇറക്കിയതായിരുന്നു ക്ലാസിക്, പക്ഷേ ഇന്ത്യൻ ലോഞ്ച് കുറച്ചൊന്ന് ഡിലേ ആയി. സോ ഇന്ന് ഈ വണ്ടിയുടെ ഫുൾ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഇതിന് എത്ര വേരിയൻറ്റ് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് ആക്ച്വലി 3 വേരിയൻറ്റ് വരുന്നുണ്ട്. അത് കളർ വൈസ് ആണ്, മെക്കാനിക്കൽ ഒരു മാറ്റമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഇതെന്താണ് സീറ്റ് ഇല്ലേന്ന് ചോദിക്കാം. ഇത് ആക്ച്വലി സീറ്റോട് കൂടിയാണ് വരുന്നത്. ഡിസ്പ്ലേ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്തേക്കണേ ഉള്ളൂ. നമ്മുടെ ഷോർട്ട് കണ്ണർ അഴിക്കില്ലേ, ആ ഒരു സെറ്റപ്പാണ്. നമ്മുടെ ഷോർട്ട് കണ്ണറുള്ള അതേ സീറ്റ് തന്നെയാണ്. ക്ലാസിക്കിൻ്റെ പോലത്തെ വൈഡുള്ള സീറ്റ് അല്ല. ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിച്ചാൽ അകത്ത് വേറെ മോളിരിക്കുന്നുണ്ട്. ഇത് നോർമൽ ക്ലാസിക് വെച്ച് കമ്പയർ ചെയ്തേക്കും ഭയങ്കര വലുതാണ് കേട്ടോ. ഭയങ്കര വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് കണ്ട് നോക്കണം. ഭയങ്കര ലാർജറാണ്. വീൽ ബേസ് ഒക്കെ ആക്ച്വലി കൂടുതലാണ്. വീൽ ബേസ് എത്രത്തോളം കൂടുതലാണെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്ട് കൺ 60യുടെയും സൂപ്പർ മീറ്റർ 60യുടെയും ഇടക്കായിട്ട് വരും. ഷോർട്ട് കണ്ണയിലും വീൽ ബേസ് കൂടുതലാണ്, എന്നാൽ സൂപ്പർ മീറ്റർ 60യുടെ അത്ര വീൽ ബേസ് ഇല്ല. ഇത് ആക്ച്വലി ഭയങ്കര ലോങ് ആയിട്ടുള്ള വണ്ടിയാണ്, ഭയങ്കര ലെങ്ത് കൂടിയ വണ്ടിയാണ്. അത് നിങ്ങൾ വൺസ് കയറി ഇരിക്കുമ്പോഴാണെങ്കിലും ഉന്തി തള്ളുമ്പോഴാണെങ്കിലും നിങ്ങൾ ആ ഒരു ലെങ്ത് ഫീൽ ചെയ്യും. ഭയങ്കര വീൽ ബേസ് ഉള്ള വണ്ടിയാണ്. അത് കൂടാണ്ട് തന്നെ റോയൽ എൻഫീൽഡ് ലൈനപ്പിൽ ഏറ്റവും വെയിറ്റ് കൂടിയ വണ്ടി ഇത് തന്നെയാണ്. 243 kg ആണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. യെസ്, ഇത് സൂപ്പർ മീറ്ററിൽ 2 കിലോ കൂടുതലാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ട്യൂബ്ഡ് ആയിട്ടുള്ള ഈ സ്പോക്ക് വീൽ ഒന്നുകൊണ്ടാണ്. നമുക്ക് ഷോർട്ട് കണ്ണും സൂപ്പർ മീറ്ററിനും അലോയ്സും ആണ് വരുന്നത്. ഇതിന് 3 വേരിയൻറ്റ് വരുന്നുണ്ട്. അത് കളർ വൈസ് ആണ്, മെക്കാനിക്കൽ ഒരു വ്യത്യാസമില്ല. ഈവൻ ഈ ഒരു ഇൻസ്ട്രുമെന്റ് കൺസോൾ വൈസ് ആണെങ്കിലും ഒരു വ്യത്യാസമില്ല. കാരണം പറയാൻ കാരണം ചില വേരിയന്റിൽ ബേസ് വേരിയന്റിൽ അവർ ട്രിപ്പർ കൊടുക്കാറില്ല, പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല. എല്ലാ വേരിയന്റിലും ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബേസ് വേരിയന്റ് നമുക്ക് ഈ ഒരു പെയിന്റഡ് ആയിട്ടുള്ള ഇതൊന്നും കിട്ടില്ല. അതിന് തന്നെ 2 കളേഴ്സ് വരുന്നുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ടുള്ള ഞാൻ ഇവിടെ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പ്രൈസും കൂടി പറയാം. 4,21,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. യെസ്, ഒരു മോഡൽ ഉണ്ട്. ഐ തിങ്ക് TL അങ്ങനെ എന്തോ കളറൊക്കെ അതിന് വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ സൈഡിലിട്ട് കാണിച്ചു തരാം. അതിന് ഏകദേശം 4,30,000 4,40,000 ഇടയ്ക്കാണ് അതിന് പ്രൈസ് വരുന്നത്. ഇതാണ് ടോപ്പ് മോഡൽ. ഇതിനകത്തേക്ക് നമുക്ക് 4,47,000 ആ ഒരു ലെവലിലേക്ക് പ്രൈസ് വരുന്നുണ്ട്. സോ 4,20,000, 4,30,000, 4,40,000. ശരിക്കും എന്താ പറയുക, ഒരു മ്യൂസിയം പീസൊക്കെ പോലെ തോന്നുന്നു കേട്ടോ. ഇതെടുത്ത് നേരെ മ്യൂസിയത്തിൽ കയറ്റി കഴിഞ്ഞാൽ വർക്ക് ഓഫ് ആർട്ട് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഐ തിങ്ക് റോയൽ എൻഫീൽഡ് ഇപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ ക്രഷ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ക്ലാസിക് 350 എന്ന് വിചാരിക്കും, പക്ഷേ ഇത് എന്തായാലും ഡിഫറൻ്റ് ആണ്. കുറച്ചും കൂടി വലുതാണ് കമ്പയർ ടു ക്ലാസിക് 350. അതുകൂടാണ്ട് തന്നെ ഈ ഒരു ഫോർക്ക് കമ്പയർ ടു ക്ലാസ് 350 ഇത് 43 mm ആണ്. ടെലസ്കോപ്പിക് ആണ്. നമ്മുടെ മറ്റ് 2 വണ്ടികൾ പോലെ ഷോർട്ട് കണ്ണോ സൂപ്പർ മീറ്റർ പോലെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് അല്ല, ടെലസ്കോപ്പിക് ആണ്. പക്ഷേ 4 സൈസ് കൂടുതലാണ്. ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ് കാണുന്ന ആ ഒരു LED ഹെഡ്ലൈറ്റ് ആണ്. എന്നോട് ബിഗ് ഫാൻ. എന്താ പറയുക, കാണുന്ന ഭംഗിയുള്ളൂ. ഞാൻ എല്ലാ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, കാണുന്ന ഭംഗിയുള്ളൂ, വലിയ പ്രകാശമൊന്നുമില്ല. പിന്നെ ഇവിടെ 2 പൈലറ്റ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതും ഇപ്പോൾ LED ആണ്. ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ മെറ്റാലിക് ഫെൻഡർ കാണാം, ക്രോം ഫിനിഷ് ആണ്. ഈ വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നേരെ കൊണ്ട് PPF കേട്ടോ. കാരണം ഒരുപാട് എന്താ പറയുക, ചെളിയൊക്കെ അടിച്ച് മണ്ണൊക്കെ വീണ് സ്ക്രാച്ച് ആവാനുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഫെൻഡർ കാണാൻ പറ്റും, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത് നമുക്ക് ഫ്രണ്ടിൽ ഒരു 19 ഇഞ്ചിന്റെ സ്പോക്ക് വീൽസ് കാണാം. ഇത് ശ്രദ്ധിക്കുക, ഇത് ട്യൂബ്ഡ് ആണ്, ഇത് ട്യൂബ്ലെസ് അല്ല. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 300 mm ഡിസ്ക് കാണാം. ഇത് നമ്മുടെ ക്ലാസിക്കിൽ യൂസ് ചെയ്യുന്ന അതേ ഒരു സ്പോക്ക് വീൽ അല്ല. ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ഒരു പ്രീമിയം ആയിട്ട് തോന്നുന്നുണ്ട്, കുറച്ചും കൂടി റീഎൻഫോഴ്സ് ചെയ്തപോലെ തോന്നുന്നുണ്ട്. കാരണം ഇത്ര ഒരു വെയിറ്റ് താങ്ങണ്ടേ. RE ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കാലിപ്പർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഒരു ബൈബ്രാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഓയിൽ കൂളറിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഐ തിങ്ക് ആക്സസറി അല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഹാർട്ട് ഓഫ് ദ മാറ്റർ ആ ഒരു 648 cc 46 HP 52 ടോർക്ക്, അതിലൊന്നും ഒരു വ്യത്യാസമില്ല. ഐ തിങ്ക് റോയൽ എൻഫീൽഡ് ലൈനപ്പിൽ ബെയർ 650 മാത്രമേ കുറച്ചൊരു ടോർക്ക് മുമ്പ് കിട്ടിയിട്ടുള്ളൂ. കാരണം അതിന്റെ ആ ഒരു 2x1 എക്സോ സെറ്റപ്പ് ആയതുകൊണ്ട് മാത്രം അതിനൊരു 56 Nm ടോർക്കും 47 ഹോഴ്സ് പവറും ആയിട്ടുണ്ട്. ബാക്കി എല്ലാ വണ്ടിയിലും ഐ മീൻ 650cc റോയൽ എൻഫീൽഡ് എല്ലാത്തിനും ആ ഒരു 46 ഹോഴ്സ് പവറും 52 Nm ടോർക്കാണ് വരുന്നത്. മേറ്റ് ടു 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. പക്ഷേ പറയണം, ക്ലച്ച് നല്ല ഹെവിയാണ്. എന്താ പറയുക, ഈ വണ്ടി 1 കിലോമീറ്റർ ഓടിച്ച കൈ ഇതിങ്ങനെ വീർത്തിരിക്കും, അത്ര ഹെവി ക്ലച്ചാണ്. എന്നെ പോലെ ഭയങ്കര സ്പോർട്ടി ആയിട്ട് ഓടിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പടപടപടയെന്ന് ഇങ്ങനെ ഡൗൺ ഷിഫ്റ്റ് അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒട്ടും കൺവീനിയൻ്റ് അല്ല. ബട്ട് ഓഫ് കോഴ്സ് എന്നെ പോലുള്ള ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു വണ്ടിയല്ല. ദിസ് ഇസ് മോർ ഓഫ് എ എന്താ പറയുക, റിലാക്സ്ഡ് വണ്ടിയാണ്. വണ്ടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചോളം ഒരു നോ ബ്രേഡർ ആണ്. കാരണം ക്ലാസിക് 350 എന്ന് പറയുന്നത് അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയാണ്. അവരുടെ 650C എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനാണ്. അവർ അത് രണ്ടുകൂടി കമ്പയർ ചെയ്തു ഈ ഒരു വണ്ടി ഉണ്ടായി. ഓൾറൈറ്റ്, പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഫുഡ് പെക്സ് വന്നേക്കണതിൻ്റെയൊക്കെ ക്വാളിറ്റി നോക്കി ഇവിടെ കുറച്ച് വെൽഡിങ് എക്സ്പോസ് ആയിപ്പോയി. കാരണം ഇവിടെ അടിപൊളിയാക്കി, പക്ഷേ ഇവിടെ ഒന്ന് ബെറ്റർ ആക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ പിന്നെ സീറ്റൊക്കെ ഉണ്ടോ ഭയങ്കര ഫ്ലോട്ടിംഗ് ആണ്. നമുക്ക് ഇങ്ങനെ കണ്ടോ കൈയൊക്കെ ഇടാം, പക്ഷേ ഇത് ഒടിഞ്ഞൊന്നും പോകില്ല. ഷാസിയുടെ മേളിലായിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ വണ്ടി നമുക്ക് ഡ്യുവൽ സീറ്റോടുകൂടി വന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഡിസ്പ്ലേ വണ്ടി ആയതുകൊണ്ട് ഭംഗിക്ക് വേണ്ടി അയച്ചിട്ടൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു കളയാം കേട്ടോ, പക്ഷേ കുറച്ച് ടാസ്ക്കാണ്, വീട്ടിൽ നിന്ന് അഴിക്കാൻ പറ്റില്ല. അവിടെ
പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ സുങ്ങാൻ കാണാം, പിന്നെ ആ ഒരു ഡ്യുവൽ എക്സോസ് കാണാം. നമ്മൾ സൂപ്പർ മീറ്റിയോറിൻ്റെ എക്സാക്ട് സെയിം എക്സോസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കിൽ 300 mm വളരെ മാസീവായിട്ടുള്ള ഡിസ്ക് കാണാം. ഞാൻ പറഞ്ഞ ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ ബാക്കിലും റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജുള്ള കാലിപ്പേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ റിയർ ഷോക്ക് പറയണം, ഈ ഒരു സൂപ്പർ മീറ്റിയോർ ഷോർട്ട് കണ്ണൊക്കെ ഓടിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാണ് സസ്പെൻഷൻ വളരെ ഫേമാണ്. ഒടുക്കത്തെ ഹാർഡെന്നല്ല ഞാൻ പറയുന്നത്, ഫേമാണ്. പക്ഷേ ഈ വണ്ടിയിൽ കമ്പയർ ടു സൂപ്പർ മീറ്റിയോർ ആൻഡ് ഷോർട്ട് ഗൺ ഇതിൻ്റെ ബാക്ക് വീല് കുറച്ചും കൂടി വലുതാണ്. ഐ തിങ്ക് 18 ഇഞ്ചാണ് ബാക്കിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട്. സോ കമ്പയർ ടു ഷോർട്ട് ഗൺ ആൻഡ് സൂപ്പർ മീറ്റിയോർ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട്. 154 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ബെറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കമ്പയർ ടു ഷോർട്ട് ഗൺ ആൻഡ് സൂപ്പർ മീറ്റിയോർ. അതുകൊണ്ട് തന്നെ ഈ ഒരു സസ്പെൻഷന് കുറച്ചും കൂടി തുള്ളി കളിക്കാനുള്ള ഒരു സ്പേസ് കിട്ടി. സോ കമ്പയർ ടു ദാറ്റ് കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് തോന്നാം, പക്ഷേ അത് പറ്റിക്കലാണ്. ഞാൻ പറഞ്ഞു അത് ഈ വലിയ വീൽസ് കയറിയോണ്ട് വണ്ടി മൊത്തത്തിൽ പൊങ്ങിയതിൻ്റെയാണ്, അല്ലാതെ റീവർക്ക് ചെയ്ത ഒരു സ്പ്രിങ് അല്ല ബാക്കിൽ വരുന്നത്. ഓക്കെ, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇവിടെ നമുക്ക് ഈ സാധനങ്ങൾ കയറ്റിയിട്ട് കഴിഞ്ഞാൽ സോഫ്റ്റും ഹാർഡൊക്കെ ആക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്കിൽ എന്താ പറയുക, വളരെ വലിയ ഫെൻഡറാണ് കേട്ടോ, ഈ ഒരു ക്രോം പെയിൻറ്റഡ് ആയിട്ടുള്ള. നിങ്ങളിങ്ങനെ ഇറങ്ങിയൊക്കെ നോക്കണം, ആ വണ്ടിയുടെ സീറ്റിനേലും വലുതാണ് ആ ഫെൻഡർ, ഈവൻ ആ ടാങ്കിനേലും വലിപ്പമുണ്ട് ആ ഫെൻഡറിന്. സോ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വണ്ടി എത്രത്തോളം വലുതാണ്. ഷാസി വൈസ് പറയുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ മീറ്ററുകൾ കണ്ടുവന്ന അതേ എക്സാക്ട് സെയിം ഷാസിയാണ്, അതിലൊന്നും വ്യത്യാസമില്ല. സെയിം ആ ഒരു പൗഡർ കോട്ടർ ആയിട്ടുള്ള മാറ്റ് ഫിനിഷുള്ള സൂപ്പർ സ്ട്രെങ്ത് ആയിട്ടുള്ള ഷാസിയാണ്, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ വണ്ടി ലിക്വിഡ് കൂളിംഗ് അല്ല കേട്ടോ, അതിനോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇത് ഐ തിങ്ക് ക്ലാസിക് 350 എടുത്തതാവാം, അല്ലെങ്കിൽ സൂപ്പർ മീറ്റിയോറിൽ നിന്ന് എടുത്തതാവാം, ഐ എം നോട്ട് ഷുവർ. ചിലപ്പോൾ സൂപ്പർ മീറ്റിയോറിൽ നിന്ന് എടുത്തതാവാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെയിൽ സെക്ഷനാണ്. ബാക്കി എന്നുള്ള ലുക്ക് നോക്കി, ഓ മാൻ, അവർ എക്സോസ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ വൃത്തികേടല്ലാത്ത രീതിയിൽ ഒരു സാരി ഗാർഡ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കവേർഡ് ആയിട്ടാണ് ഈ ഒരു സാരി ഗാർഡ് ഇരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഒരുപാട് ഇങ്ങനെ മെറ്റൽ പീസ് ഇങ്ങനെ ഒരുപാടൊക്കെ ഇരിക്കുന്നത് തോന്നിട്ട്. ഇത് കണ്ടോ, ആ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്കിന് അത് ഭാഷയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യത്തില്ല, എന്നാലും നമ്മൾ പെട്ടെന്ന് ഇതിനകത്തേക്കൊക്കെ കണ്ണു പോകും. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു വട്ടം ഒരു പീസ് ഇരിക്കുന്നതൊക്കെ പെട്ടെന്ന് ഒരു കണ്ണാനത്തേക്കും ചാൻസ് ഉണ്ട്. ഇത് അയച്ചു കളഞ്ഞാണെങ്കിൽ കുറച്ചൊരു എന്താ പറയുക, ടയർ ഇങ്ങനെ എടുത്ത് കാണിച്ചാൽ. പിന്നെ വണ്ടിക്ക് ഓഫ് കോഴ്സ് സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. പക്ഷേ ഇത് സെൻറ്റർ സ്റ്റാൻഡ് ഇടണമെങ്കിൽ നിങ്ങളൊരു ബംഗാളിനെ വെക്കണം, ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞു 241 kg ഉണ്ട്. ഇതെടുത്ത് സെൻറ്റർ സ്റ്റാൻഡ് ഇടാന്ന് പറഞ്ഞത് നിസ്സാര കാര്യമൊന്നുമില്ല. ഈവൻ എനിക്ക് പോലും അവിടെ നിന്ന് ഇവിടം വരെ ഉന്തിത്തള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, സ്ലിപ്പർ ക്ലച്ച് കാര്യമാണ്. പക്ഷേ ക്ലച്ച് ഫീൽ വളരെ ഹെവിയാണ്, 1 ഫിംഗർ ഒന്നും നടക്കില്ല, ഭയങ്കര ഹെവി ആയിട്ടുള്ള ക്ലച്ചാണ്. പിന്നെ ടാങ്ക് കപ്പാസിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ക്ലാസ് 350യുടെ എക്സാക്ട് ടൈം ടാങ്ക് അല്ല അവർ യൂസ് ചെയ്യുന്നത്, കുറച്ചും കൂടി വലിയ ടാങ്കാണ്. ഏകദേശം 14.8 ലിറ്ററോ അത്ര എന്തോ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സീറ്റ് ഹൈറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 18 ഇഞ്ച് സ്പോക്ക് വീൽ ആക്കിയിട്ടുണ്ട്. സീറ്റ് ഹൈറ്റും കുറച്ച് കൂടിയിട്ടുണ്ട്. അറൗണ്ട് 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അത് കമ്പയർ ടു സൂപ്പർ മീറ്റിയോർ ആൻഡ് ഷോർട്ട് ഗൺ കുറച്ച് കൂടുതലാണ്. സീറ്റ് വളരെ ചെറുതാണ്, ഒരുപാട് സ്പേസ് ഒന്നുമില്ല. നമ്മളിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏറെ കുറേ സ്റ്റക്കാണ്. പിന്നെ പില്ലൻ സീറ്റ് ഞാൻ പറഞ്ഞു നമ്മുടെ ഷോർട്ട് കണ്ട പോലെ തന്നെ ഇരിക്കും. സോ ഒരുപാട് പില്ലൻ കംഫോർട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നിന്ന് കാണിച്ചു തരാം. കയറിയിരിക്കുമ്പോൾ എനിക്ക് ഹാഫ് ഫുട്ടാണ്, കാരണം സീറ്റിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായതുകൊണ്ട് തന്നെ കാല് കുറച്ച് അകന്നു പോകും. സോ ആ ഒരു കേസ് കൊണ്ട് മാത്രം കുറച്ചൊന്ന് ഹാഫ് ഫുട്ടാണ്. ടാങ്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 14 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വരുന്നുണ്ട്. ഹാൻഡിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ ഒരു ലുക്കിൽ നോക്കുമ്പോൾ ശരിക്കും ഈ ഒരു ഹെഡ് സെക്ഷൻ, ഈ ഒരു സ്കൾ സെക്ഷനൊക്കെ എന്തോരം വലുതാണെന്ന് മനസ്സിലാവുന്നത്. കുറച്ചും കൂടി വലിയ ഹാൻഡിലാണ് കേട്ടോ, കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഹാൻഡാണ് കമ്പയർ ടു ക്ലാസിക്. ഇതിലിരുന്നിട്ട് ക്ലാസിക് കയറി കഴിഞ്ഞാൽ ഒരുമാതിരി ചെറിയ വണ്ടി ഇരിക്കുന്ന ഒരു ഫീൽ വരും. സോ ദിസ് ഇസ് മച്ച് ബിഗർ കമ്പയർ ടു ക്ലാസിക്. അതുകൂടാണ്ട് തന്നെ ആ ഒരു സൂപ്പർ മീറ്റിയോർ എടുത്ത് അതേ ഒരു ക്രോം ആയിട്ടുള്ള മെറ്റൽ സ്വിച്ച് ഗിയേഴ്സ് ആണ്. ഇതൊന്നും പ്ലാസ്റ്റിക് അല്ല, ഇതൊക്കെ മെറ്റലാണ്. പക്ഷെ മിറർ ഇച്ചിരി ചെറുതായിപ്പോയി. അതെ, ഭയങ്കര ചെറുതാണ് കമ്പയർ ടു വണ്ടിയുടെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മിറർ അത്യാവശ്യം ചെറുതാണ്. കുറച്ചൊന്ന് വലുതാക്കായിരുന്നു. കാരണം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടോ, എൻ്റെ ഷോൾഡർ കാണാൻ പറ്റുള്ളൂ. ഷോൾഡർ അറൗണ്ട് 70% ഷോൾഡർ കൊണ്ടുപോയി. ഇൻസ്ട്രോം കൺസോൾ വലിയ ഫാൻസി ഒന്നുമല്ല, നമ്മുടെ ക്ലാസ് 350യുടെ എക്സാക്ട് സെയിം ആണ്. നമുക്ക് ഇവിടെ ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, പിന്നെ വാർണിംഗ്സ് ഇവിടെ ഉണ്ട്. പിന്നെ ആ ഒരു സെയിം ട്രിപ്പ് എഫ്, ഒരു കൊണ ഉണ്ടായാലോ, ട്രിപ്പ് എഫ്, ടൈം, ഒഡോമീറ്റർ, ട്രിപ്പ് 1, ട്രിപ്പ് 2, യെസ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഫ്യൂൽ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് ആസ് സ്റ്റോക്ക് അക്രോസ് ഓൾ മോഡൽസ് നമുക്ക് ട്രിപ്പർ വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ പിശുക്കിയിട്ടില്ല, ബേസ് മോഡലിന് ട്രിപ്പർ എടുത്ത് അങ്ങനത്തെ കാരണം ചെയ്തിട്ടില്ല. പിന്നെ ഹാൻഡിൽ ബാർ പറയണം കേട്ടോ, വളരെ അപ്രൈറ്റ് ആണ്. അപ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല, എന്നാലും എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, അതിൽ കുഴപ്പമില്ല. ക്ലച്ച് ഫീൽ ഞാൻ ഇപ്പോഴേ പറയാം ഭയങ്കര ഹെവിയാണ്. ബട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സ് വരുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് വലിയ യൂസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്രണ്ട് ബ്രേക്കും അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു ലിവറിൻ്റെ വലിപ്പം എന്നൊക്കെ മണ്ണോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടച്ച് ആൻഡ് ഫീലിംഗ് ഒക്കെ നൈസാണ്. പിടിക്കുമ്പോഴുള്ള ഫീൽ ആയാലും ഈ വണ്ടിയുടെ ഒരു ഹെവിനെസ് നമ്മൾ ക്ലച്ചിൽ ഫീൽ ചെയ്യും, അത്ര ഉദ്ദേശിച്ചുള്ളൂ. മീൻ ഹാൻഡിൽ ബാർ ഹോൾഡറൊക്കെ ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ അവർ ലേസർ കട്ട് ഫിനിഷ് ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇത്രയും വന്നുകൊണ്ട് തന്നെ വണ്ടിയുടെ എക്സോസിനോട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇത് പുതുപുത്തൻ വണ്ടിയാണ്. സോ അടിച്ചിട്ട് പൊളിക്കാനൊന്നും പറ്റില്ല. വെറും 6 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സോ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ആൻഡ് എക്സോസ് സൗണ്ട് കേൾപ്പിച്ചു തരാം. സെയിം നമ്മുടെ ഇൻ്റർസെപ്റ്റർ, കോണ്ടിനെൻ്റൽ GT, സൂപ്പർ മീറ്റിയോർ, ഒരെണ്ണം പോയക്കടെ പോകണ്ടേ, എക്സാക്ട് സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. ആ ഒരു
വൈൻ സൗണ്ടൊക്കെ ഇപ്പോഴും കേൾക്കാനായിട്ട് പറ്റും. പയ്യെ കൈ കൊടുത്ത് കാണിച്ചു കേട്ടോ. ഓ വണ്ടി ആക്ച്വലി ഹാൻഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസിക് 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 പാരമ്പര്യം കാത്ത് സൂക്ഷിച്ചു എന്ന് വേണം പറയാനായിട്ട്. പയ്യെ കൈ കൊടുത്ത് കാണിച്ചു തരാവേ. മാൻ സ്വീറ്റ് അടിപൊളി നോട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇൻഡിക്കേറ്റർ കാണിച്ചാൽ സ്വിച്ച് ഗിയർ പരിചയപ്പെടുത്തില്ലല്ലോ. ഒരു വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഇൻഫോ ഉണ്ട്, ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റർ, ഹോൺ, ഇവിടെ ഒരു കോഷൻ ലാമ്പ്, വേറെ ഒന്നുമില്ല. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞത്. ബ്യൂട്ടിഫുൾ, രക്ഷയില്ല. എസ്പെഷ്യലി ഈ ഒരു ക്രോമിൽ അടിപൊളിയാണ് കാണാനായിട്ട്. നമ്മളത് ക്ലാസ് 350 ജസ്റ്റ് സൈഡിൽ കൊണ്ടിടണം കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ പറയുന്നു. ക്ലാസിക്ക് ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു. ഐ മീൻ 350 അത് ഭയങ്കര മാസീവായിട്ട് തോന്നുന്നു. ഇങ്ങനെ ഇടുമ്പോൾ വേണ്ട ശരിക്കും നമുക്ക് മനസ്സിലാവുന്നു ഈ ഒരു സാധനത്തിൻ്റെയൊക്കെ ഒരു വലിപ്പമാണെങ്കിലും അതിൽ ഭയങ്കര വലുതാണ്. ഞാൻ കുറച്ച് ഇറങ്ങിയെന്ന് കാണിച്ചു തരാം. അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു കംപ്ലീറ്റ് ഒരു സൈഡ് ബൈ സൈഡ് ലുക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് കാണിച്ചു തരാം. വേണമെങ്കിൽ വണ്ടി ജസ്റ്റ് അങ്ങോട്ട് വന്നിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതിന് 13 ടാങ്കാണ്, സോറി അതിന് 14.8 സോ ടാങ്ക് ഷെയർ ചെയ്യുന്നില്ല. ഹാൻഡിൽ നോക്കിയേ, കുറച്ചും കൂടി യു ഷേപ്പായിട്ടുള്ള ഹാൻഡിലാണ് വരുന്നത്. നോക്കൂ, യു ഷേപ്പ്. പക്ഷേ ഇതിൻ്റെ ഹാൻഡിൽ നോക്കിയേ ഭയങ്കര വൈഡായിട്ടുള്ള ഹാൻഡിലാണ്. കുറച്ചും കൂടി എന്താ പറയുക നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ഹാൻഡിലാണ്. പിന്നെ ഒരു വലിപ്പം നോക്കി, നീട്ടം നോക്കി, ഇതെന്തോരം പുറത്തേക്ക് തള്ളിക്കാൻ നോക്കി. ക്ലാസ് 350 ക്ലാസ് 15 മുന്നിൽ മേടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ മിറേഴ്സാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ മിറർ ആക്ച്വലി ചെറുതാണ്, ഇത് ആക്ച്വലി നല്ല വലുതാണ്. അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ അപ്രൈറ്റ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഷോൾഡർ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് കുറച്ചും കൂടി വലുതാണ്. ഞാൻ അപ്പുറത്ത് നിന്ന് കാണിച്ചില്ല, അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെറ്റർ വ്യൂ കിട്ടും. കുറച്ചും കൂടി വലിയ മിറേഴ്സാണ് ക്ലാസ് 350 വരുന്നത്. അത് വ്യത്യാസം കണ്ടോ, കുറച്ചൊന്ന് വലുതാണ്, ഇത് കുറച്ചൊന്ന് ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസ് വ്യത്യാസം നോക്കി. ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് ക്യാമറയിൽ അത്രത്തോളം ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നല്ല വ്യത്യാസമുണ്ട്. ലുക്ക് അറ്റ് ദിസ്, ഇത് മാമത്തോ സാധാരണ പോലെ ഉണ്ട്. ഇത് അത്ര വലിപ്പമുണ്ട് ഈ ഒരു സാധനം. പക്ഷേ സീറ്റിൽ ക്ലാസിക്കാണ് വിൻ, കുറച്ചും കൂടി വലിയ ലോങ്ങർ സീറ്റാണ്. പില്ലനായാലും ഇങ്ങനെ ഒരു ഗ്രാബിൽ വരുന്നുണ്ട്, പക്ഷേ അതിന് അങ്ങനെ ഒരു ഗ്രാബറിലില്ല. പിന്നെ ഇതിന് ക്രാഷ് കാർഡ് ഇല്ല കേട്ടോ, എനിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിന് ഈ ക്രാഷ് കാർഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് പിന്നെ ഒരു വലിപ്പം തോന്നിക്കുന്നത്. അത് ഊരിക്കളഞ്ഞാണ്ടല്ലോ. ഇതിന് ക്രാഷ് കാർഡ് ഇല്ലാണ്ട് ഇതിൻ്റെ വലിപ്പം നോക്കി, അത് വിത്ത് ക്രാഷ് കാർഡും ഉണ്ടായിട്ട് വലിപ്പം ചെറുതായിട്ട് തോന്നുന്നു. സോ ആ ക്രാഷ് കാർഡ് മാറ്റി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി സ്ലിമ്മറായിട്ട് തോന്നും. സോ ഗൈസ്, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് വേഴ്സസ് സൂപ്പർ മീറ്റർ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.